നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗുലർ പദം ഏകവചനത്തിൽ നിന്ന് ബഹുവചനത്തിലേക്ക് മാറ്റുന്ന രീതിയാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ഫോറിൻ പദങ്ങൾ, അതായത് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ഫ്രഞ്ച്, ലാറ്റിൻ പദങ്ങൾ, കൂടുതലും ലാറ്റിൻ പദങ്ങളാണ് വന്നേക്കുന്നത്. അതിന് നമ്മൾക്ക് എങ്ങനെയാണ് പ്ലൂറൽ ഫോമിലേക്ക് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യമേ കൃത്യമായിട്ട് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കുന്നത്. നമ്മളൊരു പദം എടുത്തിട്ട് ആ പദത്തിന്റെ അവസാനം യു എം എന്നാണ് വരുന്നതെങ്കിൽ, അപ്പൊ ചില പദങ്ങൾ നമ്മൾ കാണാറുണ്ട് അതിന്റെ അവസാനം എൻഡിങ് വരുന്നത് യു എം ആണ്. ആ യു എം എന്ന പദം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സിംഗുലർ ആണ്. ആ സിംഗുലറിനെ നമ്മൾ പ്ലൂറലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പദത്തിന്റെ അവസാനം യു എം ആണ് വന്നിട്ടുള്ളതെങ്കിൽ ആ യു എം എന്ന ആ രണ്ട് അക്ഷരങ്ങൾ ലെറ്റർ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം എ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഉത്തരം കിട്ടും. അത് മുഴുവൻ കാണാപ്പാഠം പഠിച്ചു പോകേണ്ട കാര്യമില്ല. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത്. ഏതെങ്കിലും ഒരു പദത്തിന്റെ അവസാനം യു എം എന്നാണ് വരുന്നതെങ്കിൽ അതിന്റെ യു എം എന്ന അവസാനത്തെ രണ്ട് ലെറ്റർ എടുത്ത് മാറ്റിയതിനു ശേഷം എ എന്ന് നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഉത്തരം കിട്ടും. മനസ്സിലായല്ലോ? ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓഡിറ്റോറിയം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് ഓഡിറ്റോറിയം എന്നുള്ളത്. പക്ഷെ പല പദങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളെല്ലാം ഫോറിൻ പദങ്ങളാണ്, ഇംഗ്ലീഷിൽ തന്നെ വന്നേക്കുന്ന ലാറ്റിൻ പദങ്ങളാണ്. പക്ഷെ അത് കൃത്യമായിട്ട് ആരും ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രമാണ്. ലാറ്റിന് തന്നെ അതങ്ങനെ ഇംഗ്ലീഷിലൂടെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കുക, ഒന്നാമത്തത് ഓഡിറ്റോറിയം. അതിന്റെ ആൻസർ എന്താണ്? ഓഡിറ്റോറിയ. അക്വേറിയം, അക്വേരിയ. ബാക്ടീരിയം, ബാക്ടീരിയ. കരിക്കുലം, കരിക്കുല. അജണ്ടം, അജണ്ട. ജിംനേഷ്യം, ജിംനേഷ്യ. മാക്സിമം, മാക്സിമ. മീഡിയം, മീഡിയ. മെമ്മോറാണ്ടം, മെമ്മോറാണ്ട. പൊടിയം, പൊടിയ. സ്റ്റേഡിയം, സ്റ്റേഡിയ. സിംപോസിയം, സിംപോസിയ. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചേക്കുക. യു എമ്മില് അവസാനിക്കുന്ന പദങ്ങളുടെ പ്ലൂറൽ ഫോം കിട്ടാനായിട്ട് യു എം എന്ന രണ്ട് ലെറ്റർ എടുത്ത് മാറ്റിയതിന് ശേഷം എ എന്ന് എഴുതിയാൽ മതിയാകും. മറന്നു പോകേണ്ട. പല പദങ്ങളും ലാറ്റിനാണ്, പക്ഷെ നമ്മൾ ഇംഗ്ലീഷിലാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്തേക്കുന്നത്. മിക്കതും പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. എങ്കിലും നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് പിന്നെ കൺഫ്യൂഷൻ ആകണ്ടെന്ന് കരുതിക്കൊണ്ടാണ് അങ്ങനെ ഞാൻ പ്രൊനൗൺസ് ചെയ്ത് തന്നേക്കുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ യു എമ്മിലാണ്. ഇനി ഐയിൽ അവസാനിക്കുന്ന ചില ഫോറിൻ പദങ്ങളുണ്ട് ഇംഗ്ലീഷിൽ, പ്രത്യേകിച്ച് ലാറ്റിന്. അപ്പൊ അതിനെ നമ്മൾ ഐയിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ ഐക്ക് പകരം യു എസ് എന്ന് ചേർത്ത് കൊടുക്കും. എന്താണ് ചേർക്കേണ്ടത്? ഐക്ക് പകരം യു എസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ ഓർത്ത് വെച്ചേക്ക, യു എമ്മിന് പകരം നമ്മൾ ചേർത്തത് എന്താണ്? എ ആണ് ചേർത്തത്. ഇപ്പോൾ ഐക്ക് പകരം നമ്മൾ ചേർക്കാൻ പോകുന്നത് യു എസ് ആണ്. ഉദാഹരണങ്ങൾ കാണാം. അലൂമിനസ്, അലുമിനി. ബാച്ചിലിസ്, ബാച്ചിലി. കാക്ടസ്, കാക്ടി. ഫോക്കസ്, ഫോക്കി. മനസ്സിലായില്ലേ? യു എസിലാണ് വന്നേക്കുന്നത്. അവിടെ യു എസിന് പകരമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് എന്താണ്? യു എസ് എടുത്ത് മാറ്റിയിട്ട് ഐ ആണ് ചേർത്തേക്കുന്നത്. അതാണ് കാക്ടസ്, കാക്ടി, ഫോക്കസ്, ഫോക്കി. ഫംഗസ്, ഫംഗി. ഒക്ടോപ്പസ്, ഒക്ടോപ്പി. റേഡിയസ്, റേഡി, റേഡിഇ. ഓക്കെ, റേഡിഇ മറന്നു പോകണ്ട. റേഡിഇ. സിലബസ്, സിലബി. സ്റ്റിമുലസ്, സ്റ്റിമുലി.
അപ്പോൾ ഫോറിൻ പദമാണ്. അവസാനം വന്നേക്കുന്ന അക്ഷരങ്ങൾ US ആണ്. അപ്പോൾ എന്താണ് വരേണ്ടത്? കാറ്റി, ഐ ആണ് വരേണ്ടത്. ഇപ്പോൾ ഐയിലാണ് വന്നേക്കണമെങ്കിൽ US വരും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരാനുള്ളത്. ഓക്കെ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അപ്പൊ ഇത് പ്രത്യേകമായിട്ട് ഓർത്ത് വെച്ചേക്കുക. UM, US, ഐയിൽ ഒക്കെ വരുന്നേക്കുന്ന പദങ്ങൾ നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. ഇനി ചില പദങ്ങൾ, ആ പദങ്ങള് അവസാനം വന്നേക്കുന്നത് Y ആണ്. പക്ഷെ ആ Y എന്ന അക്ഷരത്തിന് മുൻപേ നമ്മൾക്ക് വന്നേക്കുന്നത് ഒരു വൗവൽ സൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിന്റെ പ്ലൂരൽ കിട്ടാൻ വേണ്ടി എസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊതുവെ എസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്, മറന്നു പോകണ്ട. അപ്പോൾ നമുക്ക് അവിടെ കാണാം ബോയ്. ഇത് സാധാരണ ഇംഗ്ലീഷ് പദങ്ങൾ തന്നെയാണ്. ബോയ്, ബോയ്സ്, കീ, കീസ്, ഗൈ, ഗൈസ്, ഹോളിഡേ, ഹോളിഡേയ്സ്, ഡേ, ഡേയ്സ്, പ്ലേ, പ്ലേസ്, വേ, വേസ്, സർവേ, സർവേസ്, വാലി, വാലീസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോടെ ആ വൈക്ക് മുൻപ് വന്നേക്കുന്നത് എന്താണ്? ഒരു വൈക്ക് മുൻപ് വന്നേക്കുന്നത് വവ്വൽ സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പ്ലൂരൽ കിട്ടാൻ വേണ്ടി ആ വൈയുടെ കൂട്ടത്തിൽ എസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വവ്വലാണെങ്കിൽ. അപ്പോൾ കൺസോണന്റ് ആണെങ്കിൽ എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. കൺസോണന്റ് ആണ് വന്നേക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആദ്യമേ ഇപ്പോൾ വാലി എന്ന് പറയുമ്പോൾ VALLEY, EY. അപ്പോൾ ഈ എന്ന് പറയുന്നത് എന്താണ്? വവ്വൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വൈയുടെ കൂട്ടത്തിൽ എസ് ചേർത്ത് കഴിയുമ്പോൾ അതിന്റെ പ്ലൂറൽ കിട്ടും. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾക്ക് ആ വൈയുടെ മുൻപേ വന്നേക്കുന്ന ലെറ്റർ എന്ന് പറയുന്ന ആൽഫബറ്റ് എന്ന് പറയുന്നത് കൺസോണന്റ് ആണ്, വവ്വലല്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് വൈക്ക് പകരം IES എന്നാണ് ചേർക്കേണ്ടത്. തന്നിരിക്കുന്ന പദം ആ കൺസോണന്റ് എടുത്തിട്ട് ആ വൈ എടുത്ത് മാറ്റിയതിന് ശേഷം അതിനോടൊപ്പം ആ കൺസോണന്റിനോടൊപ്പം എന്താണ് ചേർക്കേണ്ടത്? IES. ഉദാഹരണം കാണാമല്ലോ. ബേബി, ബേബീസ്, കമ്പനി, കമ്പനീസ്, സിറ്റി, സിറ്റീസ്, കറൻസി, കറൻസീസ്, ലേഡി, ലേഡീസ്, കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ സിമ്പിളാണ്, പക്ഷെ കൺഫ്യൂഷൻസ് വന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ പല പദങ്ങളിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പോൾ മിക്സ് ചെയ്ത് വന്നേക്കാം നിങ്ങൾ. കാരണം ആദ്യമേ നമ്മൾ പഠിച്ചത് ലാറ്റിൻ ആയിരുന്നു, ലാറ്റിൻ പദങ്ങളായിരുന്നു. രണ്ടാമതും ലാറ്റിൻ പദങ്ങളായിരുന്നു. മൂന്നാമത് ഇംഗ്ലീഷ് പദം കയറി വന്നു. നാലാമത് ഇംഗ്ലീഷ് പദം കയറി വന്നു. ഇപ്പോൾ അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ലാറ്റിൻ ആണ് വരുന്നത്. ഈ ലാറ്റിൻ പദങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് അതിനകത്ത് കിടപ്പുണ്ട്. എല്ലാം ഒരുപോലെ വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ UM എന്ന് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? A എന്നാണ് ചേർക്കാവുള്ളത്. US എന്ന് പറയുമ്പോൾ US-ന് പകരമായിട്ട് I ആണ് ചേർക്കേണ്ടത്. ഓക്കെ. ഇനി അതേപോലെ തന്നെയാണ് A എന്ന പദം, A എന്ന ലെറ്റർ, പദമല്ല, A എന്ന ലെറ്ററിലാണ് അവസാനിക്കുന്നതെങ്കിൽ, ഒരു പദം അതിന്റെ അവസാനം വരുന്നത് A എന്ന ലെറ്റർ ആണെങ്കിൽ സാധാരണഗതിയിൽ അത് തീർച്ചയായിട്ടും ലാറ്റിൻ പദം ആകാനായിട്ടുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ അത് നമ്മൾക്ക് കാണാമല്ലോ. അലുമിന, അലുമിനെ, ആ ഏയുടെ കൂട്ടത്തിൽ ഒരു E കൂടെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ്. ഏയുടെ കൂട്ടത്തിൽ ഒരു E കൂടെ ഇട്ട് കൊടുക്കണം. ആദ്യത്തേതിനകത്ത് UM എന്ന് വരുമ്പോൾ നമ്മൾ അതിനകത്ത് UM എന്നെടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത്. അത് മറന്നു പോകരുതും. ഓഡിറ്റോറിയം, ഓഡിറ്റോറിയ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഏതാണ് വന്നേക്കുന്നത്. ആ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനോടൊപ്പം ഒരു E എന്ന ലെറ്റർ, ആൽഫബറ്റ് കൂടെ ചേർക്കുകയാണെങ്കിൽ, ലെറ്റർ കൂടെ ചേർക്കുമ്പോൾ നമ്മൾക്ക് അതിന്റെ പ്ലൂറൽ ഫോം കിട്ടും. അവിടെ അലൂമിനി എന്നൊരു ഉദാഹരണം കാണാം.
ഫോർമുല, ഫോർമുലേ, ലാർവ, ലാർവേ, ലക്കൂണ, ലക്കൂണേ, നെബുല, നെബുലേ. മനസ്സിലായല്ലോ? ഇനി അടുത്തത്, ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു പദം അവസാനിക്കുന്നത് IS-ലാണെന്ന് വിചാരിക്കുക. ഒരു പദം അവസാനിക്കുന്നത് IS-ലാണെങ്കിൽ IS എന്ന സ്ഥലത്ത്, അതായത് ഐക്ക് പകരം ഈ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ഉദാഹരണം കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് കൃത്യമായിട്ട്. അനാലിസിസ്, അനാലിസസ്, ആക്സിസ്, ആക്സസ്. AXIS എന്നാണ് ഉള്ളത്. പക്ഷേ AXES എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആകും. ഓർത്ത് വെച്ചേക്ക്. IS എന്നാണ് വരുന്നതെങ്കിൽ, IS എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ചേർക്കേണ്ടതാണ് ഐക്ക് പകരം ഈ ചേർത്താൽ അവിടെ പ്ലൂറൽ ഫോം കിട്ടും. എല്ലാം കാണാപ്പാടും പഠിക്കാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. റീസണബിൾ ആയിട്ട് കാരണം സഹിതം പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ ലോജിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ആൻസർ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അനാലിസിസ്, ആക്സസ്, ആക്സസ്, ബേസിസ്, ബേസസ്, ക്രൈസിസ്, ക്രൈസസ്, ഡയഗ്നോസിസ്, ഡയഗ്നോസസ്, ഹൈപ്പോത്തീസിസ്, ഹൈപ്പോത്തീസസ്, ഒയാസിസ്, ഒയാസസ്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ ഒരു നിയമം പറഞ്ഞിരുന്നു. എന്താണ്? ഒരു ലെറ്ററിന്റെ അവസാനം, ഒരു പദത്തിന്റെ അവസാനം വൈ വരികയും അതിന് മുൻപില് ഒരു വവ്വല് വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ചേർക്കേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. കാരണം ഒരു മാറ്റവും വരാറില്ല. ജസ്റ്റ് വൈയുടെ കൂടെ യെസ് ചേർത്ത് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. വൈ ആണ് അവസാനിക്കുന്നത് എങ്കിൽ അതിന് മുൻപ് വന്നേക്കുന്നത് വവ്വലാണെങ്കിൽ നമുക്ക് പ്ലൂറൽ ഫോം കിട്ടാനായിട്ട്, ബഹുവചനം കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടത്? അതിന് കൂടെ വെറുതെ യെസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതേപോലത്തെ ഒരു സെയിം നിയമമാണ് ഇവിടെ ഇതിലും വരുന്നത്. നമ്മൾക്ക് തന്നിരിക്കുന്ന പദം ഏഴിലാണ് അവസാനിക്കുന്നത്. മുൻപ് വന്നേക്കുന്നത് ഒരു കൺസോണന്റ് ആണ്. നിയമം, റൂളാണ് ഞാൻ പറയുന്നത്. അവസാനം വന്നിരിക്കുന്നത് ഓയും മുന്നേ വന്നിരിക്കുന്നത് ഒരു കൺസോണന്റും ആണെങ്കിൽ എല്ലാം ഒരേ റൂൾ അപ്ലിക്കബിൾ ആകത്തില്ല. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്ക്. ഇറഗുലർ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഉദാഹരണത്തിൽ തുടങ്ങാം. ബഫല്ലോ. ബഫല്ലോ എന്ന പദം BUFFALO എന്നാണ്. അപ്പോൾ എൽ എന്ന് പറയുന്നത് കൺസോണന്റ് ആണ്, ഓയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം? യെസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ബഫല്ലോസ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബഫല്ലോസ് ES എന്ന് എഴുതി കഴിഞ്ഞാലും തെറ്റില്ല, അങ്ങനെയും എഴുതാറുണ്ട്. ഇംഗ്ലീഷ് ഭാഷയുടെ ചില പ്രത്യേകതകളാണത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ LDCയുടെ കാര്യമായതുകൊണ്ട് വളരെ ഡീപ്പായിട്ട് പോകണമെന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. കാർഗോ, കാർഗോസ്. മോസ്കിറ്റോ, മോസ്കിറ്റോസ്. രണ്ട് രീതിയിൽ എഴുതാം. ഓക്കെ. ഫോട്ടോ, ഫോട്ടോസ്. മെമോ, മെമോസ്. എംബോ, എംബോസ്. ലോഗോ, ലോഗോസ്. ശ്രദ്ധിച്ചു കാണും. ഓയിലാണ് അവസാനിക്കുന്നത്, പക്ഷെ അതിന് മുൻപിൽ വന്നേക്കുന്നത് എന്താണ്? കൺസോണന്റ് ആണ്. ആ കൺസോണന്റിന്റെ ശബ്ദത്തിന് നമ്മൾ നോക്കുമ്പോൾ ഓയുടെ കൂട്ടത്തിൽ എസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. റൂൾസ് കൃത്യമായിട്ട് നമ്മൾക്ക് ഓർമ്മയിലിരുന്നാൽ മാത്രം മതി നമ്മൾക്ക് ആൻസർ തെറ്റാതിരിക്കാനായിട്ട്. ഇനി ഈ റൂൾ പറയുമ്പോഴാണ് നമ്മൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ, അടുത്തൊരു കൺഫ്യൂഷൻ വരും. കാരണം ഞാൻ ഇത്തിരി മുമ്പ് തന്നെ പറഞ്ഞ റൂളാണ്. ചില പദങ്ങളിൽ കൺസോണന്റിന് ശേഷമാണ് ഓ വരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞ് എസ് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ തിരിച്ചും വേറൊരു ഭാഗം കൂടെ ഞാൻ പറയുകയാണ്. കൺസോണന്റ് വന്നു കഴിഞ്ഞാലും ES ചേർത്ത് കൊടുക്കുന്ന ചില ഭാഗങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹീറോ,
ഹീറോസ്. എക്കോ, എക്കോസ്. മൊസ്കിറ്റോ, നേരത്തെ പറഞ്ഞു മൊസ്കിറ്റോ, മൊസ്കിറ്റോസ്. അങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. പൊട്ടറ്റോ, പൊട്ടറ്റോസ്. ടൊമാറ്റോ, ടൊമാറ്റോസ്. മാംഗോ, മാംഗോസ്. അപ്പൊ MANGOS മാംഗോസ് എന്ന് എഴുതി ചെയ്യാൻ തെറ്റാണ്, വെച്ചേക്കുക. ഇനി അടുത്ത ഒരു നിയമത്തിലേക്കാണ് വരുന്നത്. സിംഗുലർ പദത്തിൽ നിന്നും ഏകവചനത്തിൽ നിന്നും ബഹുവചനത്തിലേക്ക് മാറ്റാനായിട്ടുള്ള നിയമങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിയമങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു നിയമമാണ് എഫില് അല്ലെങ്കിൽ FEയിൽ അവസാനിക്കും. പക്ഷേ ശബ്ദം, ദ പ്രൊനൗൺസിങ്, ആക്സെന്റുവേഷൻ, അതെന്താണ്? ശബ്ദമാണ്, ഫ എന്ന ശബ്ദമാണ്. അങ്ങനെയാണെങ്കിൽ ആ എഫ് അല്ലെങ്കിൽ FE മാറിയിട്ട് നമ്മൾ അവിടെ വരേണ്ടത് VES എന്നാണ്. VES എന്നാണ് പ്ലൂറൽ ആക്കുമ്പോൾ. ഉദാഹരണം നമുക്ക് കാണാം. ലൈഫ്, ലൈവ്സ്. വൈഫ്, വൈഫ്സ്. ലീഫ്, ലീവ്സ്. ലോഫ്, ലോവ്സ്. നൈഫ്, knives. Thief, thieves. Wolf, wolves. Half, halves. Calf, calves. അപ്പോൾ നമ്മൾ ഇതിന്റെ ശബ്ദം, അതായത് ആ പദങ്ങളുടെയൊക്കെല്ലാം ശബ്ദം വന്ന് നിൽക്കുന്നത് ഫ എന്ന ശബ്ദം എന്ന സ്വരത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ എഫ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. VES എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇത് PSCയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ വരുന്നതാണിത്. കൺഫ്യൂഷൻ ഒരിക്കലും വരരുതും. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറഞ്ഞു വരുന്നത്. അതായത് വൊക്കാബുലറിയില് സിംഗുലറിൽ നിന്നും പ്ലൂറലിലേക്ക് പോകാനായിട്ട് പോകുമ്പോൾ US-ല്, UM-ല്, I-ല്, A-ല് ഒക്കെ വരുന്ന മിക്ക പദങ്ങളും ഫോറിൻ പദങ്ങളാണ്, അതായത് ലാറ്റിൻ ആണ്. അപ്പൊ അതിന് നമ്മൾക്കൊരു പ്രത്യേകമായിട്ടുള്ള കൺവേർഷൻ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. UM-ലാണെങ്കിൽ അത് നമ്മൾ A-യിലേക്ക് ആക്കിയാൽ മതി. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പദമുണ്ട്. നമ്മളിപ്പോൾ ഡേറ്റ, ഡേറ്റ എന്ന് പറയുമല്ലോ. അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള സിംഗുലർ എന്ന് പറയുന്നത് ദാത്തും അല്ല, അഥവാ ഡേറ്റും. ദാത്തും എന്നാണ് അത് ഉച്ചരിക്കേണ്ടത്. ഡാറ്റ, അതിന്റെ പ്ലൂറലാണ് ഡാറ്റ. ഓക്കെ, ദാത്ത ഓർ ദാത്തും, ദാത്ത. ഡേറ്റും, ഡേറ്റ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തൊരു റൂളിലേക്കാണ് നമ്മളുടെ ഈ പ്ലൂറൽ കൺവേർഷനിലേക്ക് വരുമ്പോൾ. അപ്പൊ എന്താണെന്ന് നോക്കാം. നമുക്കത് കോമ്പൗണ്ട് വേർഡ്സ് വരും. അതായത് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംബോ, മറന്നു പോകണ്ട. അതാണ് നമ്മളെപ്പോഴും ഐഡിയ വരേണ്ടത്. കോംബോ, നമ്മളിപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കോംബോ ഓഫർ. ഓക്കെ, കൂടി ഉള്ളതാണ്. ഒന്നിൽ കൂടുതൽ കൂട്ടി ചേർത്ത് കൊണ്ടുവരുമ്പോഴാണ് അതിനാണ് കോംബോ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് സെന്റൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതോർത്ത് വെച്ചേക്കാം. കോംബോ, കോമ്പിനേഷൻ, കമ്പൗണ്ടിങ്, ചേർക്കല്. ഓക്കെ, അത് ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ കുറെ കൂടെ എക്സ്പ്ലനേഷന് ആവശ്യം വരുമ്പോൾ ഞാൻ പറയാന്ന്. ഇതെല്ലാം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഓർമ്മയിൽ നിൽക്കും. എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. പക്ഷെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ തെറ്റിപ്പോകുന്നത് കേട്ടോ. ശരി, അപ്പൊ അടുത്തതിലേക്ക് നമുക്ക് പോകാം. കോമ്പൗണ്ട് വേർഡ്സ് ആയിട്ടുള്ള നമ്മൾക്ക് ഇപ്പോൾ കമാൻഡർ ഇൻ ചീഫ്. അപ്പൊ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുമ്പോൾ അത് കമാൻഡർ ഹൈഫൺ ഇൻ ഹൈഫൺ ചീഫ്. കമാൻഡേഴ്സ് ഇൻ ചീഫ് എന്നാണ് അതിന്റെ പറയുന്നത്. സൺ ഇൻ ലോ, സൺസ് ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ. അവിടെ ഇല്ല എന്നാണ് ഞാൻ പറയാണ്. ഡോട്ടർ ഇൻ ലോ, ഡോട്ടേഴ്സ് ഇൻ ലോ, മരുമക്കൾ, മരുമകൾ, മരുമക്കൾ, മരുമകൻ, മരുമക്കൾ. പാസർ ബൈ, പാസേഴ്സ് ബൈ. റണ്ണറപ്പ്, റണ്ണേഴ്സ് അപ്പ്. റണ്ണറപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനൽ മത്സരത്തില് രണ്ടാമത് വന്ന ആള്. മനസ്സിലായല്ലോ?
റണ്ണേഴ്സ് അപ്പ്. അപ്പൊ രണ്ടുപേര് ഫൈനലിൽ വരികയാണെങ്കിൽ നമുക്ക് രണ്ടുപേരുടെ സെക്കൻഡ് വരികയാണ് റണ്ണേഴ്സ് അപ്പ് രണ്ടുപേരുണ്ടാവുമല്ലോ. അപ്പൊ ഇതിനാണ് റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത്. മദർ ഇൻ ലോ, മദേഴ്സ് ഇൻ ലോ, അതായത് മദേഴ്സ് ഇൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദർ ഇൻ ലോ ഒരാൾക്ക് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ ഇല്ലേ? മദേഴ്സ് രണ്ടുണ്ടാവോ? ഒന്നേ ഉണ്ടാവും. എന്നാലും ചിലപ്പോൾ ചില സാഹചര്യം വരികയാണെങ്കിൽ മാറുകയാണെങ്കിൽ എന്ത് ചെയ്യും? സോ മദേഴ്സ് ഇൻ ലോ, അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ എന്ന് പറയുമ്പോൾ AG, നമ്മളുടെ ഹൈക്കോടതിയിലെ AG ഉണ്ടാവും. നമ്മൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് AG, അറ്റോർണി ജനറൽ, അറ്റോർണീസ് ജനറൽ. അപ്പോൾ അത് കോമ്പൗണ്ട് വേർഡ് ആണ്. ആ കോമ്പൗണ്ട് വേർഡിന്റെ ആദ്യത്തെ ഭാഗമാണത് നമ്മൾ അതിന്റെ പ്ലൂറൽ ഫോം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക്, ഇത് തന്നെ കോമ്പൗണ്ട് വേർഡ്സ് ആണ്, പക്ഷെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾക്ക് പ്ലൂറൽ ചേർത്ത് കൊടുക്കേണ്ടി വരുന്നു. ഇതൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, പക്ഷെ നമ്മളുടെ ചെറിയ അശ്രദ്ധ മതി തെറ്റിപ്പോകാനായിട്ട്. തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് വീണ്ടും പറഞ്ഞു തരുന്നത്. ചില പദങ്ങളുടെ, ചില കോമ്പൗണ്ട് പദങ്ങളുടെ ആദ്യത്തെ ഭാഗത്താണ് നമ്മൾ അതിന് പ്ലൂറൽ ആക്കേണ്ടത്. അതിനൊരു ലോജിക് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ സണ്ണ് എന്ന് പറയുന്നതിന്റെ പ്ലൂറൽ എന്താണ്? സൺസ് ആണല്ലോ. അപ്പൊ അത് അങ്ങനെ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇത് നമുക്ക് എഴുതാം. അവിടെ വേറെ ഇൻലോസ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചിലർ എഴുതി വരും ഇൻലോസ്, അത് വേറെ ഭാഗമാണ്. അതിനകത്തേക്ക് പോകേണ്ടത് നമുക്കിപ്പോൾ. സ്റ്റെപ്പ് പാരന്റ്, സ്റ്റെപ്പ് പാരന്റ്സ്, ഗ്രോൺ അപ്പ്, ഗ്രോൺ അപ്സ്, മേജർ ജനറൽ, മേജർ ജനറൽസ്. മേജർ ജനറൽ എന്ന് പറയുന്നത് ഒരാൾ, മേജർ ജനറൽസ് എന്ന് പറയുന്നത് പല മേജർ ജനറലുണ്ടാവും. മെയ്ഡ് സെർവന്റ്, മെയ്ഡ് സെർവൻസ്, ബോയ് ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്സ് എന്നാണ്. അത് ബോയ്സ് ഫ്രണ്ട് എന്ന് പറഞ്ഞു വരരുത് അവിടെ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കുന്നത്. കോമ്പൗണ്ട് പദങ്ങളിലെ ആദ്യത്തെ ഭാഗം നമ്മൾക്ക് പ്ലൂറൽ ചേർക്കേണ്ടി വരും, രണ്ടാമത്തെ ഭാഗം പ്ലൂറൽ ചേർക്കേണ്ടി വരും. ഓക്കെ. വിമൻ ഹേറ്റർ, വുമൺ ഹേറ്റർ, വുമൺ ഹേറ്റേഴ്സ്, വിമൻ ഹേറ്റേഴ്സ് അല്ല, അതാണ് ഓർത്ത് നോക്കേണ്ടത്. വുമൺ ഹേറ്റർ, വുമൺ ഹേറ്റേഴ്സ്, സ്ത്രീകളെ താല്പര്യമില്ലാത്തവര്, സ്ത്രീകളെ വെറുക്കുന്നവര്, അതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ. അപ്പോൾ ഇന്ന് കേട്ട സിംഗുലറിൽ നിന്നും പ്ലൂറലിലേക്ക് കൺവേർഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അത് കേട്ടു നോക്കുക. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ നമ്മളിത് പഠിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും, ഇത് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.